യഹോവയ്ക്ക് ആർപ്പെടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ നീക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരത്തിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹീതമായ മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആയുഷ്വർഷത്തിന്റെ 1-ാം ദിവസമായ ദിവസം ഈ പ്രഭാതത്തിൽ നമ്മുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ, യഥാർത്ഥമായി വിളിച്ചപേക്ഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായി നന്ദി പാടുന്നു. അങ്ങയുടെ പ്രാർത്ഥന ചിലവിടുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ അപ്രകാരം ദിവസത്തെ സമയത്ത് അങ്ങ് ഞങ്ങൾക്ക് വേർതിരിച്ച് നൽകിയതിനായി നന്ദി പറയുന്നു. പരിശുദ്ധരാതെ ആഴ്ചക്കാർ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും അത്ഭുതകരമായി അതിശയകരമായി നടത്തിയതോർത്ത് നന്ദി പറയുന്നു. നൽകിയ ചെറിയതും വലുതുമായ നന്മകൾക്കാൾ അനുഗ്രഹങ്ങൾക്കാൾ സ്തുതിക്കുന്നു. കർത്താവ് നല്ലവൻ നിത്യമാത്രമാണ് അത് നിങ്ങളെ സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ ജനങ്ങളിലും കൂടെ ഇരുന്ന ഞങ്ങൾ അത്ഭുതകരമായിട്ട് നടത്തിയതിനായിട്ട് സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഞങ്ങൾ ഓർക്കുവാൻ, ഹൃദയപൂർവ്വം നന്ദി സ്തോത്രം അർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങേ ആരാധിക്കുവാനായി നമ്മുടെ സന്നിധിയിലായിരിക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ പേരിൽ കാരണമായിട്ട് പങ്കെടുക്കണമേ. കർത്താവെ, ഒഴുകിയ പാത്രങ്ങളാൽ ശൂന്യമായ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറച്ച് നിറഞ്ഞ പാത്രങ്ങളാക്കി അങ്ങ് ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലേക്ക് വന്നിരിക്കുന്ന ഓരോരുത്തരെയും പ്രാർത്ഥനകളെ വലയുന്നവർ തന്റെ സമയത്ത് കൂട്ടിച്ചേർക്കണമേ. ഈ ആരാധന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഓരോ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലും കാരണമാക്കിയിടുവാൻ അന്ന് തന്നെ പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് ആരാധനയ്ക്ക് ആലയത്തിൽ വരുവാൻ സാധിക്കാതെ ഭവനങ്ങളിൽ ആയിരുന്നുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോർക്കും ദൈവമേ പാർക്കണമെന്നായിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവും നിറസാന്നിധ്യം അനുഭവിപ്പാൻ, കർത്താവിന്റെ ആ ശക്തിയിൽ ഉണർന്ന് അനുഭവിപ്പാൻ കർത്താവിനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആത്മാവിനെ പകരണം. ദൈവം ഈ ആരാധനയുടെ ആരംഭത്തിൽ അവസരങ്ങളെയും കൂടെയിക്കണമേ. സകല സ്തുതിയും പൗർണം സ്വീകരിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ഇപ്പോൾ കീർത്തന പുസ്തകത്തിൽ 5-ാമത്തെ പാട്ട് പാടും. കീർത്തന പുസ്തകത്തിൽ 5-ാമത്തെ പാട്ട്. പരമപര നിൻ കരുണാസനം വഴിയാ സഭയിൽ ഒരു മനസ്സോടു നിൻ തിരുഭവനെ പരിചോടടിയാർ വരുന്നതു വരിക സുരാധിപ പരമപര നിൻ കരുണാ
ഉയരത്തിൽ കരുണയോടെ എഴുന്നരുളുമെന്ന് തിരുവച അരുളിയ പരമസുത വരിക സുരാധിപ പരമപര കരുണാസനം വഴിയായി സഭയിൽ വന്നടിയാരുടെ കന്മഷവും പിന്മയശേഷവും ദുർമനസ്സും ശേഷവും നീക്കിടണം എന്നും മോശയാടിയ നിൽപ്പാൻ വരിക സുരാധിപ പരമപര നിൻ കരുണാസനം വഴിയായി സഭയിൽ ദൂതരുടെ സ്തുതിയിൽ വസിക്കും നീതി സ്വരൂപനം യഹോവയ്ക്കും പൂരരക്ഷകമശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും സ്തോത്രം വരിക സുരാധിപ പരമപര നിൻ കരുണാസനം വഴിയ സാധാരണ ആരാധന പുസ്തകത്തിൽ ഒന്നാമത്തെ സാധാരണ ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിൽ പ്രിയം ഉള്ളവരെ പരമാർത്ഥത്തോടെ അടുത്തു വന്നു നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവനാമത്തിൽ ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയത് അവനല്ലോ. എല്ലാ ജനങ്ങളെ യഹോവയോട് എത്തിപ്പായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളോവേ, അരിഷ്ടപാപുകളായിരിക്കുന്ന ഞാൻ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരുമാകുന്നു എന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നീക്കം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വർണ്ണനെ ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും ആ നിമിത്തം ക്ഷമിക്കണമേ. നിന്നെയും നിന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള സത്യ അറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവാൽ ഞങ്ങൾ ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ വായ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്
ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദത്തം തന്നിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആരംഭവാക്യത്തിന് പകരമായി 145-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 145 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ദൈവമായ പോലെ എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരനുമാകുന്നു. അവന്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീരപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിന് തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തികളെ ബലം പ്രസ്താവിക്കും. ഞാൻ നിന്റെ മഹിമയെ വാഴ്ത്തും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. നിന്റെ നീതിയെ കുറിച്ച് ഉല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. യഹോവയെ നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യന്മാരോട് അവന്റെ വീരപ്രവൃത്തികളും അവന്റെ രാജ്യത്തിൽ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവൻ നിന്റെ മഹത്വം പ്രശ്നമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകും. നിന്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു. വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു. കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മക്കളായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ,
ക്രിസ്തുവേ നീ മാത്രം പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അങ്ങ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവായ ദൈവമേ, നിന്റെ സഭ ദൈവഭക്തിയുള്ള സകല ശാന്തിയിലും നിന്നെ സന്തോഷത്തോടെ സേവിക്കാൻ സാധിക്കത്തക്കവണ്ണം ഈ ലോകത്തിലെ സംഭവങ്ങളെ നിന്റെ ഭരണത്താൽ സമാധാനത്തോടെ ഗുണപ്പെടുത്തുമാറാകണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസരം കൂടാതെ ജീവിച്ചു വാങ്ങുന്ന നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്കിപ്പോൾ പുതിയ പുസ്തകത്തിൽ 338 പാട്ട് പാടും. പുതിയ പുസ്തകത്തിൽ 338 പാട്ട്, വലിയ പുസ്തകത്തിൽ 311. വലിയ പുസ്തകത്തിൽ 311. ജീവനേ ജീവനേ നമോ നമോ പാപികൾക്കമിതാനന്ദപ്രഭാകര നീവാനും വാഴ്ത്തുന്നായക നീവാനും വാഴ്ത്തുന്നായക സർവലോകനായക നമോ നമോ സർവലോകനായക നമോ നമോ ജീവനറ്റവരിൽ കനിഞ്ഞ നിരാമഴമഴക നീവാനും വാഴ്ത്തുന്നായക നീവാനും വാഴ്ത്തുന്നായക ജീവജാലപാലക നമോ നമോ ജീവജാലപാലക നമോ നമോ ദിവ്യകനിവ്യാനി ചന്ദ്രമാറ്റും ഭാസ്കര നീവാനും വാഴ്ത്തുന്നായക നീവാനും വാഴ്ത്തുന്നായക മന്നവേന്ദ്ര സാദരൻ നമോ നമോ മന്നവേന്ദ്ര സാദരൻ നമോ നമോ മഴകുലത്തിന് വലിയ ലക്ഷണീയതയാപര നീവാനും വാഴ്ത്തുന്നായക നീവാനും വാഴ്ത്തുന്നായക ജീവനേ നമോ നമോ ജീവനേ നമോ നമോ പാപികൾക്കമിതാനന്ദ പ്രഭാകര നീവാനും
വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 5-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ വേദഭാഗം വിശുദ്ധ സഖരിയാവ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യം. സഖരിയാവ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാരംഭിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതേ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ ഇഷ്ടത്തിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവിലും ഒഴിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളവുമായിരിക്കും. നീയോ നിന്റെ നിയമനത്വം ഭേദമായി ഞാൻ എന്റെ വൃത്തന്മാരെ വെള്ളമില്ലാത്ത കുടിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള വൃത്തന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരും. ഞാൻ നിനക്ക് ഇരട്ടിയായി പകൽ നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ വേദഭാഗം വായിച്ചു തീർന്നു. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 14 മുതൽ 25-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം വരെ. വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 14 മുതൽ 25-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം വരെ. ന്യായപ്രമാണം ആത്മീയം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമായി പാപത്തിന് ദാസനായി വിട്ടപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പറയുന്നതിനല്ലേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിന് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ വെച്ചാൽ എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതുമില്ല. ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്തതിനെ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്ന് പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറെ പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്റെ ബദ്ധമാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ലേഖന വേദഭാഗം വായിച്ചു തീർന്നു. സഭയ്ക്ക് എണീറ്റ് ഹല്ലേലൂയ പാടും. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നിനക്ക് മാത്രമുണ്ടാകട്ടെ. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവരെ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്.
എന്റെ പിതാവ് സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു തീർന്നു. വിശുദ്ധ വേദഭാഗങ്ങൾ വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് എന്ന് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായി നമ്മുടെ കർത്താവായി ക്രൂശിക്കപ്പെട്ട് മരിച്ചപ്പെട്ടു. അവൻ പാപത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അവിടെ ജീവിതരെയും മരിച്ചവരെയും ഞാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിന് നിത്യജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയ്ക്കിരിക്കാം. പിടിപ്പണം നേർച്ചയായിട്ട് സമർപ്പിക്കാനായിട്ട് ഉള്ളവർക്ക് മുൻപോട്ട് വരാം. പിടിപ്പണം സമർപ്പിക്കുന്നതിനായിട്ട് മുൻപോട്ട് വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ നാഥനും ഉടമസ്ഥനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, ഈ വിശുദ്ധ ആരാധനയിൽ പിടിപ്പണം നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്ന അഖിൽ എന്ന പ്രിയ മകനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സർവശക്തിയുള്ള കരം പ്രിയമകന്റെ ശിരസിന്മേൽ വയ്ക്കണമേ. പ്രിയമകനെ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പിടിപ്പണം എന്തുദ്ദേശത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് അറിയുന്നുവല്ലോ. പ്രിയമക്കളുടെ ഹൃദയത്തിലെ പ്രാർത്ഥനകൾ, നേർച്ചയുടെ ലക്ഷ്യം കർത്താവ് പൂർണ്ണമായിട്ട് അറിയുന്നുവല്ലോ. അപ്രകാരം ദൈവമേ, പ്രിയമകനെ തൃക്കൻ പാർക്കണമേ. പ്രിയമകന്റെ പഠനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഭാവികാലം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ടതാക്കി അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നല്ല ബുദ്ധിസാമർഥ്യമുള്ള മകനായി, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട മകനായി, അനുഗ്രഹിക്കപ്പെട്ട മകനായി വളരുവാൻ മുതിരുവാൻ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധ പിതാവ് ഇതുവരെയും അത്ഭുതകരമായി അതിശയകരമായിട്ട് നടത്തിയതോർത്ത് നന്ദി പറയുന്നു. നമ്മുടെ ചിറകിലെ മറവിലങ്ങ് സൂക്ഷിക്കണമേ, ഉള്ള കയ്യിലങ്ങ് വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമകൻ അനുഗ്രഹമായിട്ട് ശോഭിപ്പാൻ കർത്താവെ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറച്ച് അങ്ങ് നയിക്കണമേ. പ്രിയമകന്റെ മാതാപിതാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തീർക്കാൻ പാർക്കണമേ. പ്രിയപ്പെട്ടവരുടെ എല്ലാ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും പ്രാർത്ഥനകളിലും കൂടെ ഇരിക്കണമേ. ദൈവമേ, പ്രിയമക്കൾ ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന ഈ കാണിക്കൻ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ.
ഇപ്പോൾ 373 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 373 പാട്ട്, പുതിയ പുസ്തകത്തിൽ 337 പാട്ട്. പുതിയ പുസ്തകത്തിൽ 373, വലിയ പുസ്തകത്തിൽ 337. വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. സാധുക്കൾക്കായി വലഞ്ഞതും ആടുകൾക്കായി ജീവൻ വേടിഞ്ഞതും ആടുകൾ പെട്ടതും മാർനായക, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. നീക്കിടുവാനെല്ലാ പാപത്തെയും പോക്കിടുവാൻ സർവശാപത്തെയും കോപാഗ്നിയും തേടുത്തിടാൻ കർത്താ, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. അറിവാൻ സ്വർഗ്ഗപിതാവിനെയും പ്രാപിപ്പാൻ വിശുദ്ധാത്മാവിനെയും വേറൊരു വഴിയുമില്ല നാഥാ, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. സഹിപ്പാനെൻ ബുദ്ധിഹീനതയും വഹിപ്പാനെൻ എല്ലാ ക്ഷീണതയും ലാളിപ്പാൻ പാലിപ്പാൻ ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. സത്യവിശ്വാസത്തെ കാത്തിടുവാൻ നിത്യം നിൻ കീർത്തിയെ പാടിടുവാൻ ഭൃത്യന്മാരിൽ കൃപ തന്നിടുക, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. ദൈവമഹത്വത്തിൽ താൻ വരുമ്പോൾ ജീവകിരീടത്തെ താൻ
ഞങ്ങൾക്കു നീ അല്ലാതാരുമില്ല. യേശുനാഥാ, നീ അല്ലാതാരുമില്ല. പിതാവായ ദൈവത്തിൽ നിന്നും പുത്രൻ രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഇവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 5-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 29-30 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതുവാസ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പല ഭവനങ്ങളിലും പല ജീവിത സാഹചര്യങ്ങളുമാകുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ പരിശുദ്ധ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ, ഒരു മനസ്സോടെ ഐക്യതയോടെ അങ്ങയെ ആരാധിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളങ്ങളെ ഞങ്ങളുടെ സ്ഥലത്തിലേക്ക് പകരുവാൻ അങ്ങ് തന്ന ഈ ദിവ്യമായ അവസരത്തിനായി നന്ദി പറയുന്നു. ദൈവമേ, ഈ ആരാധനയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ തിരുവചനങ്ങളെ കേൾക്കുവാനായി ധ്യാനിക്കുവാനായി വരുന്നു. അങ്ങനെ ഞങ്ങൾക്കായി തന്നിരിക്കുന്ന ഈ തിരുവചനങ്ങൾക്കായി സ്തുതിക്കുന്നു. ദൈവമേ, ഈ വചനങ്ങളുടെ മർമ്മങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേലേക്ക് പകരണമേ. വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയെയും ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണമേ. വചനം ശ്രദ്ധയോടെ കേട്ട് ഹൃദയത്തിൽ നിക്ഷേപിക്കുവാൻ 30, 60, 100 മേൽ ഫലം കൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ക്രിസ്തു യേശുവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ധ്യാനഭാഗങ്ങൾ നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു താഴ്മയുള്ള രാജാവായി നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവൻ വരുന്നത് ജയശാലിയും താഴ്മയുള്ളവനുമായി നമ്മുടെ അടുത്തേക്ക് വരുന്നു. അതുകൊണ്ട് ഘോഷിച്ച് ഉല്ലസിക്കാം എന്നാണ് സഖറിയാവ് ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. അവൻ ജയശാലിയായി താഴ്മയുള്ളവനായി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ വരവിനെ കുറിച്ച് ഉണർന്ന് ഘോഷിച്ച് ഉല്ലസിക്കാം എന്ന് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക അല്ലെങ്കിൽ ജീവിതം നോക്കാമെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതം താഴ്മയുടെ ഒരു ദൃഷ്ടാന്തമായി. ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവ്, യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണം, സകലതും
താഴ്മയുടെ ഒരു ദൃഷ്ടാന്തമായിരുന്നു. സ്വർഗത്തിൽ വസിച്ച കർത്താവ്, ദൈവത്തോടുള്ള സമത്വത്തിൽ വസിച്ച കർത്താവ് ആ ദൈവിക സമത്വം വെടിഞ്ഞ് സ്വർഗം ഉപേക്ഷിച്ച് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. അത് താഴ്മയുടെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. പിറക്കുവാൻ നല്ലൊരു ഇടമോ ധരിക്കുവാൻ നല്ലൊരു വസ്ത്രമോ ലഭിക്കാതെ വരണം താഴ്മ ധരിച്ച് വെറുമ ധരിച്ച കർത്താവിനെയാണ് നാം കാണുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനാണ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അവൻ ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ താഴ്മ ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ കാണാം. കർത്താവിന്റെ ജീവിതമായാലും താഴ്മയുടെ ഒരു അടയാളമാണ്. കർത്താവിന്റെ പ്രവർത്തനങ്ങളായാലും കർത്താവിന്റെ വചനങ്ങളായാലും സംസാരമായാലും താഴ്മയുടെ ഒരു ദൃഷ്ടാന്തമാണ്. അവന്റെ ആ താഴ്മയുടെ ദൃഷ്ടാന്തം അല്ലെങ്കിൽ ആ പാഠം നാമം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സുവിശേഷ വേദഭാഗത്ത് പറഞ്ഞനുസരിച്ച് അവൻ നീതിമാനായി ജയശാലിയായി താഴ്മയുള്ളവനായി വരുന്നുവെന്നാണ്. അവൻ നീതിമാനായി ജയശാലിയായി താഴ്മയുള്ളവനായിട്ട് അവൻ വരികയാണ്. അവൻ കഴുതപ്പുറത്ത് കയറി വരുന്നുവെന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. കവിത എന്ന് പറയുമ്പോൾ താഴ്മ, സമാധാനം, പരിഭവമില്ലായ്മ, സേവനം എന്നിവയുടെ അടയാളമാണ്. അപ്പൊ കവിതപ്പുറത്ത് കയറി വരുന്നു എന്ന് പറയുമ്പോൾ അതാണ് കാണിക്കുന്നത്. അതെ, താഴ്മയുടെ, സമാധാനത്തിന്റെ, പരിഭവമില്ലായ്മയുടെ, സേവനത്തിന്റെ അടയാളമാണ് കവിത. അവൻ കവിതപ്പുറത്ത് കയറി നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആധിപത്യം സ്ഥാപിക്കുന്ന രാജാവ് എന്നാണ് പറയുന്നത്. രഥത്തെയും കുതിരയെയും അവൻ ചേർച്ച് കളയുന്നു. ബലവാനായ രാജാവ് എന്നാണ് തിരുവചനം പറയുന്നത്. പടകളിലെ ഒടിഞ്ഞു പോകും, യുദ്ധങ്ങൾ നിഷ്ഫലമായിട്ട് മാറും എന്നുള്ളതാണ്. അവൻ ഭൂമിയുടെ അറ്റത്തോളം സമാധാനം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സകല മനുഷ്യർക്കും സമാധാനം നൽകണം എന്നുള്ളതാണ്. അവൻ സമാധാന പ്രഭുവായിട്ട് അവൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. സകല ജാതികൾക്കും അവൻ സമാധാനം നൽകുന്നു. ഇന്ന് പലപ്പോഴും മനുഷ്യൻ അന്വേഷിച്ച് ഓടി നടക്കുന്നതാണ് സമാധാനം. സമാധാനം എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത അവസ്ഥ. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ചോദിച്ചാൽ ഒരു സമാധാനമില്ലാത്ത, ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം എന്ന് പറയും. എവിടെ നോക്കിയാലും സമാധാനമില്ലാത്തൊരവസ്ഥ, സമാധാനം അന്വേഷിക്കുന്ന ഒരവസ്ഥ. എവിടെ സമാധാനം കിട്ടും, എവിടെ ആശ്വാസം കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ യഥാർത്ഥ സമാധാനം ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. മറ്റൊരിടത്തൊന്നും നമുക്ക് ശരിയായ സമാധാനം ലഭിക്കുന്നില്ല. കർത്താവിന് മാത്രമേ നമുക്ക് ശരിയായ സമാധാനം തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് തീർക്കുവാൻ, നമ്മുടെ പ്രയാസങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി നമുക്ക് സമാധാനവും ആശ്വാസവും നൽകുവാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ സമാധാനത്തിനായി നാം എവിടെ പോകണം? സമാധാനത്തിനായി നാം എവിടെ ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്കാണ് നാം ചെയ്യേണ്ടത്. കർത്താവ് നമുക്ക് സമാധാനം അളവ് കൂടാതെ തരികയാണ്. അവന്റെ സന്നിധിയിൽ മാത്രമേ സമാധാനം ഉള്ളൂ. അവൻ അളവ് കൂടാതെ നമുക്ക് സമാധാനം തരുന്നു. അവൻ സമാധാന പ്രഭുവായി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവൻ നമ്മുടെ ഉള്ളങ്ങളിൽ നമുക്ക് സമാധാനം തരുന്നു. ഭൂമിയുടെ അറ്റത്തോളം അവൻ സമാധാനം സ്ഥാപിക്കുകയാണ്. അവൻ സമാധാന പ്രഭു എന്നാണ് തിരുവചനം പരിചയപ്പെടുത്തുന്നത്. സ്വന്തം രക്തത്താൽ നിയമം സ്ഥാപിക്കുന്ന രാജാവ് എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. സ്വന്തം രക്തത്താൽ നിയമം സ്ഥാപിക്കുന്ന രാജാവ്, തന്റെ രക്തത്താൽ വിടുതൽ നൽകുന്ന
സ്വാതന്ത്ര്യം നൽകുന്ന, സൗഖ്യം നൽകുന്ന രാജാവ് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവർ ബദ്ധന്മാരെ കുഴിയിൽ നിന്ന് വിട്ടയക്കുകയാണ്. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതൽ നൽകുന്നു, പാപത്തിന്റെ അടിമകളായിരിക്കുന്നവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കായിരുന്നു. അവൻ സകല ഭാരങ്ങളെയും നീക്കുകയാണ്. അവൻ നമ്മുടെ ഭാരങ്ങളെ നീക്കുന്നു. നമ്മുടെ സുവിശേഷഭാഗത്ത് നാം വായിക്കുമ്പോൾ നമ്മുടെ ധ്യാനഭാഗത്ത് പറയുന്നു, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന നുകം, യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന വലിയൊരു നുകം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം പൂർണ്ണമായിട്ട് അനുസരിക്കുക, അതൊരു വലിയ നുകമായിട്ട്, ഒരു വലിയ ഭാരമായിട്ട് ഇസ്രായേൽ ഉണ്ടായിരുന്നു. കാരണം ന്യായപ്രമാണം അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൽപ്പന, ഏതെങ്കിലും ഒരു കാര്യം, ഒരു നിയമം ലംഘിക്കുന്നുവെങ്കിൽ മറ്റെല്ലാ കൽപ്പനകളും ലംഘിച്ചതിന് തുല്യമാണ്, മറ്റെല്ലാം ലംഘിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകളും നിയമങ്ങളും ഉപനിയമങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരെണ്ണം ലംഘിച്ചാൽ എല്ലാം ലംഘിച്ചതുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരു യഹൂദനും ന്യായപ്രമാണം പൂർണ്ണമായിട്ട് അനുസരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ യുഗമായിട്ട് അവിടെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ന്യായപ്രമാണത്തിന്റെ നുകത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നുകം ലഘുവാണ്. കർത്താവ് തരുന്ന നുകം എന്ന് പറയുമ്പോൾ അനുസരണമാണ്. അനുസരണം ആണ് കർത്താവ് നമുക്ക് നൽകുന്ന നുകം. അത് നമുക്ക് അനുസരിക്കുവാൻ, അത് നമുക്ക് പ്രമാണിക്കുവാനായിട്ട് ലഘുവാണ്, എളുപ്പമാണ്. ന്യായപ്രമാണം പൂർണ്ണമായിട്ട് വള്ളിപ്പള്ളി വ്യത്യാസമില്ലാതെ പ്രമാണിക്കുവാൻ ആർക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന നുകം വളരെ ലഘുവാണ്. അവൻ നമുക്ക് നൽകുന്ന കൽപ്പനകൾ വളരെ ലഘുവാണ്. സ്നേഹത്തിന്റെ കൽപ്പനയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് പ്രമാണിക്കുമെന്ന് പറയുമ്പോൾ അത് എളുപ്പമാണ്. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് അതാണ്. സ്നേഹത്തിന്റെ നുകമേറ്റുകൊണ്ട് നിങ്ങൾ മുന്നേറുവിനെന്നാണ് പറയുന്നത്. എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന് കർത്താവ് പറയുകയാണ്. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നുവെന്ന്. കർത്താവ് നമ്മുടെ സകല ഭാരവും, നമ്മുടെ സകല ചുമടും അവൻ നീക്കുകയാണ്. നമ്മുടെ പാപഭാരം, പാപത്തിന്റെ ചുമട് കർത്താവ് പൂർണ്ണമായിട്ട് നീക്കുന്നു. നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നു. കർത്താവ് നമ്മെ വിടുവിക്കുകയാണ്. നമ്മുടെ പാപങ്ങളുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് തരികയാണ്. വിശുദ്ധ റോമർക്ക് ലേഖനം 7-ാം അധ്യായം 17 മുതൽ നമ്മുടെ ലേഖന വേദഭാഗത്ത് അവിടെ പറയുന്നു, അവൻ തന്റെ ജനത്തെ കോട്ടയിലേക്ക് മടക്കി വരുത്തുകയാണ്. അവിടെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കോട്ടയിലേക്ക് മടങ്ങി വരുത്തും, അതോടൊപ്പം തന്നെ ഇരട്ടിയായിട്ട് പകരം നൽകും എന്നിവിടെ പറയുകയാണ്. ഇവിടെ കർത്താവ് അടിമത്വത്തിലായിരിക്കുന്ന, അല്ലെങ്കിൽ പാപത്തിന്റെ അടിമകളായിരിക്കുന്ന തന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകി അവരെ തന്റെ കോട്ടയിലേക്ക് അവൻ ചേർക്കുകയാണ്. അവൻ വീണ്ടെടുക്കുകയാണ്. അവൻ നിത്യജീവന്റെ അനുഭവത്തിൽ നമ്മെ ആക്കി തീർക്കുകയാണ്. അവൻ നമുക്ക് ഇരട്ടിയായിട്ട് പകരം നൽകുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൽ സകലതും നിറവേറ്റപ്പെടുകയാണ്. കർത്താവ് നമുക്ക് സമ്പൂർണമായിട്ടുള്ള വിടുതൽ നമുക്ക് തരികയാണ്. പഴയനിയമകാലത്ത് ജനത്തിന് ഭൗതികമായ വിടുതലൊക്കെ ലഭിച്ചുവെങ്കിലും ആത്മീകമായിട്ട് അവർ അടിമകളായിരുന്നു എന്നുള്ളതാണ്. ഭൗതികമായിട്ടുള്ള വിടുതൽ പലപ്പോഴും അവർക്ക് ലഭിച്ചു, പക്ഷേ ആത്മീകമായിട്ട് അവർ അടിമകളായിരുന്നു, പാപത്തിന് അടിമകളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് നമുക്ക് പൂർണ്ണമായ വിടുതൽ നൽകുന്നു. നമ്മുടെ ആത്മീയ രോഗമാകുന്ന പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തരുന്നു. ശാരീരികമായ ഭൗതികമായ വിടുതൽ കർത്താവ്
തരുന്നുവെന്ന് തിരുവചനം പറയുകയാണ്. നമ്മുടെ ആ മാനുഷിക ജ്ഞാനം കൊണ്ട് ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. മാനുഷിക ജ്ഞാനം കൊണ്ട് ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാമെന്ന് കരുതിയവരാണ് ജ്ഞാനികളും വിവേകികളും. എന്നാൽ അത് അസാധ്യമാണെന്ന് തിരുവചനം പറയുകയാണ്. 1 കൊരിന്ത്യർ 1:21 വായിക്കുമ്പോൾ ലോകം അതിന് ജ്ഞാനം കൊണ്ട് അവനെ അറിയില്ല എന്നുള്ളതാണ്. ജ്ഞാനത്തിലൂടെ, മാനുഷികമായ ഭൗതികമായ ജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിയാൻ ശ്രമിച്ചു. അവർക്ക് ദൈവത്തെ അറിയാനായി സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ ലോക ജ്ഞാനം കൊണ്ട്, മാനുഷിക ജ്ഞാനം കൊണ്ട് ദൈവത്തെ നടത്തുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തെ അറിയാനായി ശ്രമിക്കുമ്പോൾ നാം വീണു പോവുകയാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ഭൗതിക ജ്ഞാനം കൊണ്ട് ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വിധേയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നാം നിറയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തി തരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് സകല ജ്ഞാനത്തെയും വെളിപ്പെടുത്തുന്നു, സകല ആഴങ്ങളെയും ആരായുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സകലം വെളിപ്പെടുത്തി തരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, സുബോധത്തിന്റെ, അറിവിന്റെ ആത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ശരിയായ തെളിവ് നമുക്ക് തരുന്നു. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവിക സത്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. പിതാവിനെ പൂർണ്ണമായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. പൂർണ്ണമായുള്ള വെളിപ്പാട് നാം കാണുന്നത് ക്രിസ്തുവിലാണ്. അത് മുമ്പ് വരെ ഭാഗമായിട്ട് വെളിപ്പെട്ടിരുന്നുവെങ്കിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തുവാണ്. പിതാവായ ദൈവത്തെ ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പൂർണ്ണമായ വെളിപ്പാട്. ക്രിസ്തു പൂർണ്ണമായിട്ട് പിതാവായ ദൈവം എന്താണെന്നുള്ളത്, ആരാണെന്നുള്ളത് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, ക്രിസ്തുവിലൂടെ നാം പിതാവിനെ അറിയുകയാണ്. ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ ആ ഭാവം, ദൈവത്തിന്റെ വ്യക്തിത്വം, ദൈവത്തിന്റെ സ്വഭാവം നാം അറിയുകയാണ്. ക്രിസ്തുവിലൂടെ നാം ദൈവത്തെ അറിയുന്നു. ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് വരാം. നമുക്ക് ദൈവത്തോട് നിരക്കും. ദൈവമെന്നുള്ള പദവി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. യേശു പറഞ്ഞു, പിതാവിനൊക്കെയും എനിക്കുള്ളത് എന്നാണ്. യോഹന്നാൻ 14:15. പിതാവിനൊക്കെയും എനിക്കുള്ളത്. സകല അധികാരവും സകല അവകാശവും പിതാവായ ദൈവം പുത്രൻ നൽകിയിരിക്കുകയാണ്. സകല അധികാരവും സകല അവകാശവും പുത്രൻ നൽകിയിരിക്കുന്നു. പുത്രനിലൂടെ മാത്രമേ നമുക്ക് പിതാവിനെ എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പുത്രനിലൂടെ മാത്രമേ നമുക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പുത്രൻ മാത്രമാണ് ഏക മാർഗം. മാനസാന്തരപ്പെട്ട് തന്റെ അടുത്തിൽ വരുന്ന, അധ്വാനിക്കുന്ന, ഭാരം ചുമക്കുന്ന എല്ലാവർക്കും യേശു സമാധാനം തരുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. താൻ അവരുടെ പാപഭാരം എടുത്തു മാറ്റുകയാണ്. അവന്റെ ആശ്വാസം അവൻ പ്രദാനം ചെയ്യുകയാണ്. സമാധാനം, ആശ്വാസം ഇവിടെ പ്രദാനം ചെയ്യുകയാണ്. കർത്താവ് തരുന്ന സമാധാനം അല്ലെങ്കിൽ ആശ്വാസം അത് ആത്മീയമാണ്, ഭൗതികമായിട്ടല്ല. ഭൗതികമായ ഒന്നിൽ ഉണ്ടാവുന്നതല്ല കർത്താവ് തരുന്ന സമാധാനം, ആശ്വാസം. ഭൗതികമായ സമാധാനം, ഭൗതികമായ ആശ്വാസം താൽക്കാലികമാണ്, ക്ഷണികമാണ്. എന്നാൽ കർത്താവ് തരുന്ന ആശ്വാസം, സമാധാനം അത് ആത്മീയമാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് ആത്മാക്കൾക്ക് ആശ്വാസം നൽകുന്നതാണെന്ന് തിരുവചനം പറയുകയാണ്. കർത്താവ് നമുക്ക് പൂർണ്ണമായ ആശ്വാസം പ്രദാനം ചെയ്യുകയാണ്. അവൻ നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന മാതൃക, നാം ഉൾക്കൊള്ളേണ്ട പാഠം താഴ്മ.
കർത്താവായ യേശുക്രിസ്തു താഴ്മയുള്ളവനായി വിനയമുള്ളവനായി കാണപ്പെട്ടതുപോലെ അവന്റെ മക്കളായി അവന്റെ സാക്ഷികളായി അവന്റെ പാപം നാം ഉൾക്കൊള്ളേണ്ടതായിട്ട് യഥാർത്ഥമായിട്ട് ക്രിസ്തു ധരിച്ചതുപോലെ നാം താഴ്മ ധരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം താഴ്മ ധരിക്കുവാനായിട്ട് സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ ഈ താഴ്മയുടെ അവസ്ഥയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ താഴ്മയുടെ അനുഭവമുണ്ടോ? നാം താഴ്മയുള്ളവരായിട്ട് കാണപ്പെടുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല. താഴ്മ, എളിമ, ഈ തുടങ്ങിയ ഭാവങ്ങൾ, തുടങ്ങിയ സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. യഥാർത്ഥമാണ് താഴ്മ ധരിച്ചു ഞാൻ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ കർത്താവ് എന്തുമാത്രം വെളിവ് ധരിച്ചു, താഴ്മ ധരിച്ചു. നാം താഴുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടുന്ന ജീവിതത്തിൽ പഠിപ്പിക്കുകയാണ്. നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്തുമ്പോൾ കർത്താവ് നമ്മൾ ഉയർത്തും. കർത്താവ് ഉയർത്തുന്നുവെങ്കിൽ അവനെ താഴ്ത്തുവാൻ ആർക്കും സാധ്യമല്ല. കർത്താവ് താഴ്ത്തുന്നുവെങ്കിൽ അവൻ ഉയർത്തുവാൻ ആർക്കും സാധ്യമല്ല. കർത്താവ് നമ്മൾ ഉയർത്തുവാൻ അവരെ കാര്യങ്ങളിൽ നാം താഴ്ന്നിരിക്കണം. അവന്റെ സന്നിധിയിൽ എളിമയോടുകൂടെ താഴ്മയോടുകൂടെ നാം ആയിരിക്കണം. അങ്ങനെ നാം കർത്താവിനായി തീരുമ്പോൾ, കർത്താവ് സന്നിധി എളിമയോടുകൂടെ താഴ്മയോടുകൂടെ ആയിരിക്കുമ്പോൾ ഈ ആത്മീയമായ സമാധാനം, ആത്മീയമായ ആശ്വാസം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എല്ലാ തലങ്ങളിലും സമാധാനത്തിന് മറ്റൊരിടത്ത് കൊണ്ട് കാര്യമില്ല. കർത്താവിന്റെ അടുത്ത് മാത്രമേ സമാധാനം, ആശ്വാസം. കർത്താവ് വച്ചിരിക്കുന്ന താഴ്മയുടെ പാഠം ഉൾക്കൊണ്ട് നമുക്ക് താഴ്മ ധരിക്കാം. നമുക്ക് ആശ്വാസം പ്രാപിച്ചുകൊണ്ട് താഴ്മയുടെ അടയാളങ്ങളായി, ദൃഷ്ടാന്തങ്ങളായി നമുക്ക് ശ്രദ്ധിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ഏവരെയും സഹായിച്ചു കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എണീറ്റ് ധർമ്മശേഖര വാക്യം ചൊല്ലി പ്രാർത്ഥിക്കും. ദൈവമേ
അങ്ങയുടെ പാപം എന്ന് ഉൾക്കൊള്ളുവാൻ കർത്താവെ നിങ്ങളെ സഹായിക്കണമേ. തന്നെ തന്നെ താഴ്ന്നവരാൻ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ വിലയപ്പെടുത്തുന്നവരാൻ നൽകപ്പെടുത്തുന്നവരാൻ കർത്താവെ നിങ്ങൾ കാണപ്പെടുവാൻ സഹായിക്കണം. എല്ലാ തലങ്ങളിലും നിങ്ങൾ താഴ്ന്നു ധരിക്കുവാൻ കർത്താവെ ഇടയാക്കണമേ. കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവങ്ങളുടെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നമുക്ക് പാർക്കണം. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഓരോ ഉള്ളങ്ങളിലെയും പ്രാർത്ഥനകൾ കർത്താവ് അറിയുന്നവർ, ഓരോ കുടുംബത്തിന്റെയും അവസ്ഥകൾ കർത്താവ് കാണുന്നവർ, ഓരോ വ്യക്തിജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ രോഗാവസ്ഥകളിൽ ആയിരിക്കുന്ന ഓരോരുത്തരെയും സമയം ഓർക്കുന്നു. രോഗത്താൽ ഭാരപ്പെട്ട പലയിടങ്ങളിലായിരിക്കുന്ന ഓരോരുത്തരും ശരിയായ രോഗസൗഖ്യം, ശരിയായ വിടുതൽ നൽകണം. എന്ത് രോഗമായാലും ഏത് രോഗമായാലും അത് മാറ്റുവാൻ കർത്താവ് ശക്തനാകുന്നു. രോഗത്താൽ ഭാരപ്പെട്ട മക്കൾക്ക് പൂർണ്ണമായ വിടുതൽ നൽകണം. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ സമയം ഓർക്കുന്നു. പരിശുദ്ധ കർത്താവെ, രോഗാവസ്ഥയിലായിരിക്കുന്ന അദ്ദേഹത്തിന് ആവശ്യമായി വിടുതൽ നൽകണം. രോഗം പൂർണ്ണമായി കർത്താവ് മാറ്റണമെങ്കിൽ ലഭിക്കുന്ന മരുന്നുകളിലൂടെ ചികിത്സകളിലൂടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ ദാസന അങ്ങനെ സാക്ഷീകരിക്കുവാൻ കർത്താവിനെ വിളിച്ചു, കർത്താവിനെ സൗഖ്യമാക്കി, കർത്താവിനോട് കൂടെ ഇരുന്ന് കർത്താവിനെ സഹായിച്ചു സഹായിക്കണം. ഇതുപോലെ പലതരമായ പാടുന്ന ഓരോരുത്തരെയും പ്രാർത്ഥന ബോധമായ ഒരു സൗഖ്യം നൽകണം. മാനസികമായ പ്രയാസങ്ങളിലായിരിക്കുന്നവരോ പുറത്തു പറയാൻ സാധിക്കാത്ത പലതമായ ഭാരത്തിൽ നിരാശയും ആകുലതയും വേദനയുമായിരിക്കുന്നവരെ സമീപം ദൈവത്തെ അപ്രകാരമായിരിക്കുന്നവരോട് പ്രാർത്ഥന. മാനസികമായ പ്രയാസങ്ങൾ ഭാരത്തിൽ പ്രാർത്ഥിക്കണം. സ്വർഗീയമായ സമാധാനം, ആശ്വാസം പകരണം. ദൈവമേ, ഈ കാലത്ത് സാമ്പത്തികമായി തിരിച്ചും അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, പലതുമായ സാമ്പത്തിക നഷ്ടത്തിലായിരിക്കുന്നവരോ സാമ്പത്തിക ഭാരങ്ങളിലായിരിക്കുന്നവരോട് ഭാരം നീക്കണം. സാമ്പത്തിക പ്രതികൂലങ്ങളെ നീക്കണം. സമൃദ്ധിന് പ്രദാനം ചെയ്യണം. സാമ്പത്തിക മുഖാന്തരങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കും. രക്ഷിതാവേ, ഞങ്ങളുടെ വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കളുടെ സമീപവും വളരെ സഹജമായ ക്ഷീണതകൾ, പ്രയാസങ്ങളും നീക്കണം. വാർദ്ധക്യത്തിൽ ഫലം കഴിക്കാൻ നമ്മുടെ സാക്ഷികളായി ജീവിക്കുവാൻ കഴിയാതെ മുതിർന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ യൗവനക്കാരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ലോകത്തിന് അനുവിപരാധിക്കാതെ കർത്താവ് വചനങ്ങളെ ശോധന ചെയ്ത് മുതലെടുക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ ഓരോ യൗവനക്കാരെ നമുക്ക് സഹായിക്കണം. യൗവനക്കാരകൾ അർത്ഥപൂർണ്ണമാക്കി മാറ്റുവാൻ സഹായിക്കണം. ഞങ്ങളുടെ വിദ്യാർത്ഥികളോട്, ഞങ്ങളുടെ കൈകുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കും. കർത്താവിനെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. അങ്ങേ ആരാധിക്കുന്ന, അങ്ങേ അന്വേഷിക്കുന്ന, അങ്ങ് സ്നേഹിക്കുന്ന, നമ്മുടെ വചനങ്ങളെ ധ്യാനിക്കുന്ന ഒരു പുതിയ തലമുറ ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും രൂപപ്പെടുവാൻ കർത്താവിനെ സഹായിക്കണം. ഞങ്ങളുടെ വരും തലമുറയെ കർത്താവ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധകർത്താവെ, ജോലി സംബന്ധമായി ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിൽ ആയിരിക്കുന്നവരെ സമീപം, ഞങ്ങളുടെ സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഈ സമീപം, ഞങ്ങളുടെ രാജ്യത്തിന്റെ വിവിധ തലങ്ങളിലായിരിക്കുന്നവരെ ഈ സമീപം, കർത്താവ് ഗൾഫിലും മറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഓരോരുത്തരെയും ഈ സമീപം, കർത്താവിന്റെ സ്ഥലത്ത് കർത്താവ് സ്വർഗീയ സംരക്ഷണം അനുഭവിപ്പാൻ, കർത്താവിന്റെ പരിപാലനം അനുഭവിപ്പാൻ, കർത്താവിന്റെ ഇടയാക്കുന്ന സ്ഥലത്ത് കർത്താവ് സ്ഥാനത്തിൽ കർത്താവ് പകരണം. നമ്മുടെ ചെറുകിന്റെ മാർഗം സൂക്ഷിക്കണം. നമ്മുടെ ഉള്ള കൈ വഹിക്കണം. ലോകത്തിൽ വിവിധ ഓരോരുത്തരെയും കടാക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തികമായ
നിരക്കുകളിലായിരിക്കും മക്കളെ ഈ സമയം കൊടുക്കും. പുതിയ തൊഴിലവസരങ്ങളെ കർത്താവ് പ്രദാനം ചെയ്യണം. പുതിയ മുഖാന്തരങ്ങളെ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവ് ഞങ്ങളുടെ ഈ രാജാൻ ഹോസ്പിറ്റലിൽ സമൃദ്ധിയായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രകാരം ആലയങ്ങൾക്ക് നൽകിയതിന് പ്രകാരം സമ്പന്നങ്ങൾക്ക് നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ ഈ രാജാൻ സഭ ആത്മീയമായി ഭൗതികമായി വളർന്നു വന്നിരിക്കുവാൻ സഹായിക്കണം. പരിശുദ്ധ കർത്താവ് ഞങ്ങളുടെ ആലയത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കും. കർത്താവെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുവാൻ സഹായിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദേവാലയങ്ങൾ നിർമ്മിക്കുവാൻ, നമ്മുടെ നാമത്തെ പുഷ്ടിക്കുവാൻ, കർത്താവെ അങ്ങനെ സന്തോഷിക്കുവാൻ ഇടയാക്കണം. ആലയനിർമ്മാണത്തിന് ആവശ്യമായിരിക്കുന്ന സാമ്പത്തിക മുഖാന്തരങ്ങൾ ഉറവിടങ്ങൾ തുറക്കണമേ പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവെ ഞങ്ങളുടെ കടത്തുകാർ സമൃദ്ധിയിലേക്ക് പ്രാർത്ഥിക്കും. കർത്താവിന്റെ കടത്തുകാർ സഭയെ അനുഗ്രഹിക്കണം. ആ സഭയെ സംരക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ, കാക്കുവാൻ നിങ്ങൾക്ക് നൽകണം. ആ സഭയിൽ ധാരാളം വിശ്വാസികൾ കടന്നു വരുവാൻ സഹായിക്കണം. ഈ ദേശത്തെ ദേശവാസികളെ അനുഗ്രഹിക്കണം. നന്ദി ഒരുക്കി കൃഷ പ്രാപിക്കുവാൻ, നന്ദി ഒരുക്കി കൃഷ നേടുവാൻ സഹായിക്കണം. ഈ സഭയിലേക്ക് കടന്നു വരുവാൻ, നന്ദി ഒരുക്കി കൃഷ പ്രാപിക്കുവാൻ ദേശവാസികൾ ഇടയാക്കണം. നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഈ ദേശത്തിന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ ലോകത്ത് ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് മഹാമാരി കർത്താവെ, കൊറോണ വൈറസ് കർത്താവെ ലോകത്തിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. പടർന്നുകൊണ്ടിരിക്കുന്ന ഈ വൈറസിന് മഹാമാരി കർത്തയ്യ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് ഈ കൊറോണ എന്ന ഈ മഹാ വൈറസ് അത് മാറിപ്പോകുന്ന ഈ ലോകം നീങ്ങി പോകുവാൻ സഹായിക്കണം. ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുവാൻ സഹായിക്കണം. ധാരാളം പേര് ഈ വൈറസ് ബാധിച്ച് മരണപ്പെടുത്തുവാൻ കർത്താവ് ഈ മഹാ വ്യാധി നീക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൈറസിന്റെ പ്രഭാവം പോകുവാൻ കർത്താവിനെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരുന്നവർ സുഖപ്പെടുവാൻ സഹായിക്കണം. കർത്താവിനോട് ചികിത്സിക്കുന്ന കർത്താവെ ആരോഗ്യ പ്രവർത്തകരെ ബലപ്പെടുത്തണം, ശക്തീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ രോഗം പകരാതെ കർത്താവിനെ പ്രാർത്ഥന ശരിയായ ചികിത്സ ലഭിക്കുവാൻ, ശരിയായ മരുന്ന് കണ്ടെത്തുവാൻ, മെഡിസിൻ കണ്ടെത്തുവാൻ കർത്താവിനെ സഹായിക്കണം. പ്രവർത്തിക്കണം. ആവശ്യമായ ആരോഗ്യം, അനാവശ്യമായ വിവേകം, അനാവശ്യമായ വിദ്യ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയായ മെഡിസിൻ കണ്ടെത്തുവാൻ, അങ്ങനെ കർത്താവിന് ശരിയായ വിടുതൽ ലഭിക്കുവാൻ സഹായിക്കണം. ഈ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നവരെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഇനിയുള്ള ഭാഗങ്ങളിലൂടെ ഞങ്ങൾ നയിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, ആമേൻ. ഇപ്പോൾ പുതിയ പുസ്തകത്തിൽ 413 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 413 പാട്ട്. വലിയ പുസ്തകത്തിൽ ഈ പാട്ടില്ല. 413. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ,
ഇത്രത്തോളം യഹോവ സഹായിച്ചു. യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്നനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ. ഏകനായി നിന്നനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ചനാഥൻ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ചനാഥൻ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിയിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിയിടും ദിനം വരും. അന്ന് പാടും ദൂതർ മധ്യേ ആർത്ത് പാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് പാടും ദൂതർ മധ്യേ ആർത്ത് പാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മാസൂരി കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ സിറിൽ എസ് ദാസ് ആൻസിൽ, ക്രിസ്തുദാസ് ആൻസിൽ, ചാൾസ് കാച്ചാണി, സെൽവരാജ് അനുഗ്രഹ, അന്നമ്മ ഊന്നാമ്പാറ, രാജു ഡി നെല്ലിവിള, വിശേഷാൽ കാണിക്കൽ സമർപ്പിച്ചിരിക്കുന്നവർ രാജേഷ് എസ് വി, സന്ധ്യ റോയ് രാജ്, കെവിൻ എസ് റോ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദാതാവായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രാർത്ഥനകളുമായി സ്തുതി സ്തോത്രങ്ങളുമായി സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആളുകളിൽ അങ്ങനെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഞങ്ങൾ ഓർക്കുന്നു. എണ്ണുവാൻ അസാധ്യമായ നിരവധിയായ ദുരിതമായ നന്മകളെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നു ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നല്ലവരെന്ന് അനുഭവിപ്പാൻ അന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പരിശുദ്ധ കർത്താവെ, അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്ന നന്മകളെ ഞങ്ങൾ ഓർക്കുമ്പോൾ അത് ഞങ്ങളുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമാണ്. അന്ന് ഞങ്ങളുടെ നടത്തിയ വിധങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടെ ഇരുന്ന് പറയാം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും കൂടെ ഇരുന്ന് ഞങ്ങൾ നയിച്ചുവല്ലോ. പലപ്പോഴും ഞങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും ഞങ്ങൾ ഉണർന്നില്ല.
എന്നാൽ ഞാൻ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും കർത്താവ് എപ്പോഴും കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദി പറയുക. ദൈവമേ, സന്നിധിയിൽ കൂടി വന്ന ഓരോ മക്കളെ നിർത്താൻ പ്രാർത്ഥന വ്യക്തിപരമായി കുടുംബമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ദൈവപ്രിയ മക്കൾ നമ്മുടെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കളക്ഷൻ സ്വീകരിക്കണം. നൽകി കാര്യങ്ങളെ അനുഗ്രഹിക്കുന്നത് കൂടുതലായി ആളുകൾക്ക് വേണ്ടി നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും പുലർച്ചയും അന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധപിതാവേ, മാസൂരി കാണി നൽകിയിരിക്കുന്ന ഈ കുടുംബങ്ങളെ ഓർക്കുന്നു. ഒരു മാസക്കാലം അന്ന് നൽകിയ ഞങ്ങൾ ഒരു ഭാഗം ദശാംശമായി സമർപ്പിക്കാൻ ഈ കുടുംബങ്ങളെ ഒരുക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മളാൽ അനുഗ്രഹങ്ങളാൽ പരിപാലിക്കാം. നൽകിയിരിക്കുന്ന കാണിക്ക് സ്വീകരിക്കണം. പരിശുദ്ധ വിശേഷാൽ കാണി നൽകിയിരിക്കുന്ന വിശേഷാൽ കാണി നൽകിയിരിക്കുന്ന രാജേഷ് സമയം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കുടുംബനാഥനെ നിർത്താൻ പ്രാർത്ഥനമേ. പ്രിയമകൻ അകലെയായിരിക്കുന്നവർ, ഈ കുടുംബവുമായിട്ട് ദൂരെയായിരിക്കുന്നവർ, പ്രിയമകനായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ കുർബാന അനുഭവിക്കാൻ, കർത്താവിന്റെ ആത്മീയ ഭൗതികമായ അനുഭവങ്ങളെ അനുഭവിക്കാൻ അനുഗ്രഹിക്കണമേ. ഉത്തമയായ നാവിയായിട്ട് ശ്രദ്ധിക്കാൻ ഇടയാക്കണമേ. ദൈവമേ, രാജേഷനും പ്രീതിക്കും ദാനമായിട്ട് നൽകിയ കുഞ്ഞിനെ ഓർക്കുന്നു. ദൈവമെടുക്കാൻ പാർക്കണമേ. കുഞ്ഞി ചെറുപ്പത്തിലും ജ്ഞാനത്തിലും വിജയത്തിലും വളരുവാൻ കർത്താവിനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹം അനുഭവിപ്പാൻ, കർത്താവിന്റെ കരുതലും സംരക്ഷണം അനുഭവിപ്പാൻ, കർത്താവിന്റെ സാന്നിധ്യവും അനുഭവിപ്പാൻ ഇടയാക്കണമേ. ദൈവങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണം. പരിശുദ്ധ വിശേഷാൽ കാണിക്കാൻ അറിയിക്കുന്ന റോയിരാജിന്റെ കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. റോയിരാജിനെയും സന്ധിയെയും കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് തരുന്നു. ദൈവമേ, ഈ കുടുംബത്തെ കടാക്ഷിക്കണമേ. സ്ത്രീമക്കൾ ജോലി സമ്മതമായിട്ട് അകലെയായിരിക്കുന്നവർ കർത്താവിനെ കൂടെ ഇരിക്കണമേ. ജീവിതത്തിൽ സമസ്ത മേഖലകളിൽ കർത്താവ് അനുഗ്രഹിക്കണമേ. എപ്പോഴും കർത്താവിന്റെ കുടുംബത്തിലേക്ക് നോക്കുവാൻ, കർത്താവിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ സഹായിക്കണം. പ്രിയ കുടുംബനാഥനെയും കുടുംബനാഥിയെയും ആത്മീയങ്ങളായ ഭൗതികമാനങ്ങളായി കാണിക്കണം. അവർ പ്രധാനമായിട്ട് നൽകിയിരിക്കുന്ന അവരെ പ്രാർത്ഥിക്കുന്നു. എന്ന മകനെ കരങ്ങളിലേക്ക് തരും. മകൻ ജന്മത്തെ കാണിക്കുന്ന സന്ദേശം സമർപ്പിച്ചിരിക്കുന്നവർ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുവാനൊക്കെ വേണം ഇതിനെ സഹായിച്ചതുപറ്റിയായ ജനിച്ച നാളും ഇതുവരെ കർത്താവിന്റെ കൂടെ ഇരുന്നതിനായിട്ട് നന്ദി പറയും. പുതിയ വയസ്സ് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമർപ്പിതമാക്കി നൽകണം. ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മ നിറയപ്പെട്ട വളരുവാൻ മാനസികമായി, ശാരീരികമായി, യുക്തിപരമായി നല്ല ആരോഗ്യമുള്ള കുഞ്ഞായി വളരുവാൻ സഹായിക്കണം. നൽകിയിരിക്കുന്ന ഈ ജന്മത്തിന് കാണിക്കാൻ സ്വീകരിക്കണം. രക്ഷിതാക്കളായ വിവിധങ്ങളായ കാണികളുമായ സന്നിധിയിലായി മക്കളും ഏറെ സ്ഥാനങ്ങൾ കാണിക്കയായിട്ട് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോ ദൈവമേ, ഏറെ സ്ഥാനങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയമക്കളെ പ്രാർത്ഥിക്കണം. നൽകിയ കാണിക്കൽ സ്വീകരിക്കണമേ. ആത്മീയമായി ഭൗതികമായി നന്മകളായി പാലിക്കണം. ദൈവം ഈ ആവശ്യങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി അനുഭവിക്കണമേ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിപ്പാൻ, അങ്ങയുടെ പറ്റിച്ചേർന്ന് ഞങ്ങൾ മുന്നേറുവാൻ തയ്യാറാക്കണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നാമം സ്വീകരിക്കപ്പെടണമേ. രാജപരണമേ. രാജ്യം ശക്തിയും ആമേൻ.
അനുഗ്രഹിച്ച് കാത്തുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് വിളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമ്മതം നൽകുമാറാകട്ടെ. ശ്രദ്ധിക്കാം, അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പള്ളിയിൽ ആരാധന കഴിക്കുന്നതാണ്. വരുന്ന ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ അംഗങ്ങളും പങ്കെടുക്കാമെന്ന് അറിയിക്കുന്നു. വരുന്ന അടുത്ത ആഴ്ച 19/7/2020 സഹായം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദേവതാംഗങ്ങളും സഹായത്തിൽ പങ്കെടുക്കാൻ അറിയിക്കുന്നു. അടുത്ത ആഴ്ച മാസത്തിൽ ഞായറാണ്. മാസത്തിൽ കവർ വാങ്ങാത്തവർ പ്രധാനമന്ത്രി പോകാമെന്ന് അറിയിക്കുന്നു. മൂന്നാമത്തെ ഞായറാഴ്ച ബിൽഡിംഗ് ഫണ്ടിലേക്കുള്ള മാസത്തിൽ ആഴ്ചയായിരിക്കും. എല്ലാവരും ബിൽഡിംഗ് ഫണ്ടിലെ കവർ കൂടി വാങ്ങിക്കൊണ്ട് പോകണമെന്ന് അറിയിക്കുന്നു. ദേവസമ്പാദ്യ പദ്ധതി ഈ മാസം മുതൽ ആരംഭിക്കുകയാണ്. ദേവസമ്പാദ്യ പദ്ധതി എല്ലാ അംഗങ്ങളും അവരവരുടെ തുക കമ്മിറ്റികളെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ലേലമുണ്ട്.